പണ്ട് പണ്ട് ഒത്തിരി ഒത്തിരി നാളുകൾക്ക് മുൻപൊരു കാലം ഒരു പെണ്ണിന് 4-5 ആണുങ്ങളും ഒരാണിന് 4-5 പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന കാലം. അതെങ്ങനെയുണ്ട്? മുണ്ടെന്ന് അവിടെ കിടന്ന് ഉറങ്ങിക്കോ. പൂട്ടിയേ ആയുള്ളൂ. അപ്പോഴേക്കും അതെങ്ങനെയാണെന്ന് അറിയണം അല്ലേ? നിങ്ങൾ കേട്ടോ? പൊട്ടി പിള്ളേരാണെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങള് എനിക്കങ്ങ് കലി കയറി. കഥ പറയാൻ നിന്നില്ല, ഞാനിങ്ങി പോന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളിവിടെ ഉറങ്ങാണ്ട് കാത്തിരിക്കല്ലേ, കഥ പറഞ്ഞിരുന്നാലോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീ കിടന്നേ. വേണ്ട കേട്ടോ, പിള്ളേരപ്പുറത്തുള്ളതാ, അവരുറങ്ങിട്ടൊന്നും ഉണ്ടാവില്ല. ആന്റിക്ക് നീന്താൻ അറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്നാ നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട. കുളിച്ചു കയറും പിള്ളേരെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവര് തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറെ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോവാം. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാനിവിടെ അടുത്താ താമസം. ഇടയ്ക്ക് കോട്ടേജിലിട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ വരെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അകത്തേക്ക് പോയിക്കോളൂ. ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. ഓക്കെ. വിനുവിനറിയോ എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെയെങ്കിലും.
എരിവ് കൂടിപ്പോയി. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ദാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കഴുത കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്. അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോടുന്ന പോടാ വെളിയില്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടി പോന്നത്? കള്ളത്തമ്മാടികള്. ഇങ്ങോട്ട് തിരി. ആന്റി, ഈ മേജർ കാര്യമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സും അടുത്ത് പട്ടണവും പരിഷ്കാരവും വെറുത്ത് ഇപ്പതേ കാട്ടില്ല താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പോടാ കേൾക്ക. അതെയോ? അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കണ ഇതിലുണ്ട് കേട്ടാ. ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിന്റെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. 2-3 ചന്തയും പാലാണ് കഴിഞ്ഞോട്ടെ. പിന്നെ എന്തുണ്ട് കതറ നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷന്റെ താറ്റി. മനുഷ്യന്മാര് തമ്മില് കൊടിന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടറുടെ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ. അനിയും വിനു. എങ്ങാണ്ട് ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തിലാ? ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യാ. കൊള്ളാവുന്നോടത്തെയും പിള്ളേരായിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. ഒന്ന് വെറുതെ ഇരിക്കും കാതറേ. താൻ എന്റെ പാട് നോക്ക്. ഇവരെന്റെ പിള്ളേരാ. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. പിന്നെ താൻ നാളെ ചന്തേന്ന് വരുമ്പോ ഇതാ ഇതിലെഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരണം. മറക്കണ്ട. കാതറിന് സന്ധ്യക്ക് മുമ്പ് അങ്ങ് എത്താനുള്ളതല്ലേ. നടന്നു. അയാള് പോലീസ് പറഞ്ഞു കൊടുക്കോ വിനു? എനിക്കും അതാ പേടി.